അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം രാജ്യത്തെ ഒട്ടുമിക്ക പള്ളികൾക്ക് നേരെയും വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ ഉയർന്നു വരികയാണ്. അതായത് ഈ പള്ളികളെല്ലാം തന്നെ മുൻപേ ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഹിന്ദുത്വ സംഘടനകളുടെ അവകാശവാദം. അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്തരം സംഘടനകൾ കോടതിയെ സമീപിക്കുകയാണ്. അനുകൂലമായ വിധി ചിലതിലെല്ലാം തന്നെ വരുന്നുണ്ട്. അതേസമയം തന്നെ ഉത്തരാഖണ്ഡിൽ ഇത്തരമൊരു വിധിയെ തുടർന്ന് ഹിന്ദു മുസ്ലിം സംഘർഷമുണ്ടാകുന്ന സാഹചര്യമുണ്ട്, മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു ആരോപണം ഇങ്ങ് കേരളത്തിലേക്ക് യാതൊരു കാരണവശാലും എത്തുകയില്ല എന്ന് വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങ് കേരളത്തിലും അത്തരമൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആർ വി ബാബു, അതായത് ഹിന്ദു ഐക്യവേദിയുടെ നേതാവായ ആർ വി ബാബു രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. ഗുരുവായൂർ പള്ളി പണ്ടൊരു ഹിന്ദു ക്ഷേത്രമായിരുന്നു, ഒരു ക്ഷേത്രമായിരുന്നു എന്നുള്ള ഒരു ആരോപണവുമായി അല്ലെങ്കിൽ ഒരു അവകാശവാദവുമായിരുന്നു അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. എന്തുതന്നെയാണെങ്കിലും ഇപ്പോൾ പുതുതായി വരുന്ന വാർത്തയനുസരിച്ച് അജ്മീർ ദർഗ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ആ ദർഗ അത് പണ്ട് ക്ഷേത്രമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വാദം എന്ന് പറയുന്നത്. ദിവസങ്ങൾ മാത്രമാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതായത് അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും ജനുവരി 22-ാം തീയതിയായിരുന്നു ചടങ്ങ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ ചടങ്ങിന് ശേഷം ദിവസങ്ങൾ മാത്രമേ മുന്നോട്ട് എണ്ണപ്പെട്ടിട്ടുള്ളൂ. ഒരു മാസം പോലും തികച്ച് ആയിട്ട് പോലുമില്ല. ഈ സാഹചര്യത്തിലാണ് നിരവധി മസ്ജിദുകളുടെയും പള്ളികളുടെയും നേരെ ഇത്ര വലിയ ആരോപണങ്ങൾ വരുന്നത്, അവകാശവാദങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. കോടതിയിൽ കാര്യങ്ങൾ എത്തുകയാണ്. കോടതിയും സമീപ അനുകൂല നിലപാട് തന്നെ സ്വീകരിക്കുന്ന സാഹചര്യവുമാണ്. ഇതേ സാഹചര്യത്തിൽ ഇപ്പോൾ അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഒരുപക്ഷെ ബാബരി മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം ബാബരി മസ്ജിദിന് അത്ര വലിയ ഒരുപക്ഷെ ബാബരി മസ്ജിദ് എന്ന് കേട്ട് പരിചയമുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള ഈ വിവാദങ്ങളും കോളിളക്കങ്ങളെല്ലാം തന്നെ നമുക്ക് കേട്ടുകേൾവിയുണ്ടായിരുന്നു. എന്തു തന്നെയാണെങ്കിലും ബാബരി മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങളായി തർക്ക ഒരു വിഷയം തന്നെയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ കാര്യത്തിൽ അജ്മീർ ദർഗ എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രശസ്തിയാർന്ന ഒരു സ്ഥലം കൂടിയാണ്. ഒരുപാട് തീർത്ഥാടകർ എത്തിച്ചേരുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ഇങ്ങ് ദക്ഷിണേന്ത്യയിൽ നിന്ന് പോലും ഒരുപാട് ആരാധകർ എത്തിച്ചേരുന്ന സ്ഥലമാണ് എന്നുള്ളതാണ്. അത്തരമൊരു സ്ഥലത്തിന് നേരെയാണ് ഇപ്പോൾ വീണ്ടും വലിയ രീതിയിലുള്ള ഒരു അവകാശവാദം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സവിശേഷത അഥവാ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ രാജസ്ഥാനിലെ പ്രശസ്ത മുസ്ലിം ആരാധനാലയമായ അജ്മീർ ദർഗ ഹിന്ദു ക്ഷേത്രമാണ് എന്നതാണ് ഇപ്പോഴത്തെ അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ടെത്തിയിരിക്കുന്നത് മഹാറാണ പ്രതാപ് സേന എന്ന ഒരു ഹിന്ദുത്വ സേനയാണ്. അജ്മീർ ദർഗയിലേക്ക് ഫെബ്രുവരി 9-ാം തീയതി മാർച്ച് നടത്തുമെന്നാണ് മഹാറാണ പ്രതാപ് സേന അറിയിച്ചിട്ടുള്ളത്. സൂഫി വര്യൻ ഹസ്രത് ഖ്വാജ മൊയ്തീനുദ്ദീൻ ചിശ്തിയുടെ ശവകുടീരമാണ് അജ്മീറിലെ ദർഗ. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകവും വിവിധ മതങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ ആരാധനാ കേന്ദ്രവുമാണത്. നൂറ്റാണ്ടുകളായി ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരികവും മതപരവുമായ വൈവിധ്യത്തിന്റെ തെളിവായി ഈ ദേവാലയം നിലകൊള്ളുന്നു. എന്നാൽ സമീപകാലത്തായി ദർഗയ്ക്ക് മേൽ ചില ഹിന്ദുത്വ സംഘടനകൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഈ സ്ഥലം ഹിന്ദു ക്ഷേത്രമായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകൾ ഉണ്ടെന്നും അത് പിന്നീട് ഒരു ചരിത്ര കാലഘട്ടത്തിൽ മുസ്ലിം ആരാധനാലയമായി മാറ്റിയെന്നുമാണ് മഹാറാണ പ്രതാപ് സേന അവകാശപ്പെടുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളും പുരാവസ്തു കണ്ടെത്തലുകളും തങ്ങളുടെ കൈവശം ഉണ്ട് എന്നതാണ് ഇവരുടെ അവകാശവാദം. ഫെബ്രുവരി 9-ന് നടക്കുന്ന മാർച്ചിൽ മത നേതാക്കളും പണ്ഡിതന്മാരും പ്രാദേശിക അധികാരികളും ഉൾപ്പെടെ വിവിധ സമുദായങ്ങളിൽ നിന്നുള്ളവർ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഇത്തരം അവകാശവാദങ്ങളും പൊതുപ്രകടനങ്ങളും മേഖലയിൽ സാമുദായിക സംഘർഷത്തിന് വഴിയൊരുക്കിയേക്കാമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ബാഗ്പതിൽ ദർഗയുടെ ഉടമസ്ഥാവകാശം വിട്ടു നൽകാൻ ആവശ്യപ്പെട്ട് മുസ്ലിം പക്ഷം സമർപ്പിച്ച പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഹർജി കോടതി തള്ളിയിരുന്നു. തിങ്കളാഴ്ച പുറപ്പെടുവിച്ച ഉത്തരവിലാണ് സിവിൽ ജഡ്ജി മുസ്ലിം പക്ഷത്തിന്റെ ഹർജി റദ്ദാക്കിയത്. ബാഗ്പതിലെ ബർണാവ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂഫി വര്യൻ ബദ്രുദ്ദീൻ ഷായുടെ ശവകുടീരവും ശ്മശാനവുമുള്ള സ്ഥലത്തെ ചൊല്ലി ദീർഘകാലമായി തർക്കം നിലനിന്നിരുന്നു. ഈ ദർഗയാണ് ഹിന്ദു പക്ഷത്തിന് നൽകാൻ ബാഗ്പത് ജില്ലാ സെഷൻസ് കോടതി അന്ന് ഉത്തരവിട്ടത്. 53 വർഷം മുൻപ് 1970-കളിൽ ഹിന്ദു വിഭാഗം കടന്നുകയറി പ്രാർത്ഥന നടത്താൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് ദർഗയുടെ കാര്യസ്ഥൻ കോടതിയെ സമീപിച്ചതോടെയാണ് തർക്കം ആരംഭിക്കുന്നത്. അക്കാലത്തെ പ്രാദേശിക പുരോഹിതനായ കൃഷ്ണദത്ത് മഹാരാജിനെയായിരുന്നു കേസിൽ പ്രതിയാക്കിയിരുന്നത്. ഇത് ബദ്രുദ്ദീൻ ഷായുടെ ശവകുടീരമാണെന്ന് മുസ്ലിങ്ങൾ പറയുമ്പോഴും മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെടുന്ന ലക്ഷഗൃഹയുടെ അവശിഷ്ടങ്ങളാണ് എന്നാണ് ഹിന്ദുക്കൾ അവകാശപ്പെടുന്നത്. ഈ അവകാശവാദങ്ങളെല്ലാം തന്നെ ഒരു വസ്തുതയായി തുടരുന്ന സാഹചര്യത്തിൽ ഉത്തരാഖണ്ഡിൽ ഇന്ന് സംഘർഷമുണ്ടായിരുന്നു. സർക്കാർ ഭൂമി കയ്യേറിയെന്ന് ആരോപിച്ചുകൊണ്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ പള്ളിയും മദ്രസയും തകർത്തതിനെ തുടർന്ന് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലുണ്ടായ സംഘർഷത്തിൽ 4 പേർ കൊല്ലപ്പെടുകയായിരുന്നു. സംഘർഷത്തിൽ 250 പേർക്ക് പരിക്കേറ്റു. സംഭവസ്ഥലത്ത് കർഫ്യൂ പ്രഖ്യാപിക്കുകയും ആക്രമണം നടത്തുന്നവരെ വെടിവെക്കാനും ഉത്തരവിട്ടിരുന്നു. ഇന്റർനെറ്റിന് നിയന്ത്രണം ഏർപ്പെടുത്തി വെള്ളി
വെള്ളിയാഴ്ച സ്കൂളുകൾ അവധി പ്രഖ്യാപിച്ചു. ട്രാൻസ്ഫോമറിന് തീയിട്ടതിനെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി മുടങ്ങി. മസ്ജിദും മദ്രസയും പൊളിച്ചതിനെ തുടർന്ന് പ്രതിഷേധവുമായി എത്തിയവർ ബൻപുൽപുര പോലീസ് സ്റ്റേഷൻ വളഞ്ഞ് കല്ലേറ് നടത്തി. തുടർന്നുണ്ടായ സംഘർഷത്തിൽ വാഹനങ്ങൾക്ക് തീയിട്ടതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഏതാനും ദിവസങ്ങളായി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കൽ നടക്കുന്നുണ്ട്. മസ്ജിദ് പൊളിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി ഉത്തരാഖണ്ഡ് ഹൈക്കോടതി വ്യാഴാഴ്ച വാദം കേട്ടതാണ്. ഫെബ്രുവരി 14 കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ പൊളിക്കൽ നടക്കുന്നത്. അതായത് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ബാബരി മസ്ജിദ് ഉണ്ടായിരുന്ന ആ തർക്കഭൂമിയിൽ അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപേ തന്നെ പ്രാണപ്രതിഷ്ഠ നടത്തിയതിന് ശേഷം, അതായത് ജനുവരി 22 ശേഷമാണ് ഇത്ര വലിയ തർക്കങ്ങളും അവകാശവാദങ്ങളും രാജ്യത്ത് ഉടനീളം മുഴങ്ങിക്കേൾക്കുന്നത്. ഒരുപക്ഷെ അത്തരം മുഴങ്ങിക്കേൾക്കലുകളുടെ ഒരു അനന്തരഫലമാണ് ഇന്നിപ്പോൾ കാണുന്ന ഈ വാർത്ത എന്ന് പറയുന്നത്. എന്തുതന്നെയാണെങ്കിലും MP അബ്ദുൽ വഹാബ് ഇതിനെക്കുറിച്ച് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം മുസ്ലിം രാജ്യമായ UAE-യിൽ ഒരു അമ്പലം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ആ അമ്പലത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഒരു മുസ്ലിം രാഷ്ട്രമായ അവിടെ ഒരു അമ്പലം പണിയുകയാണ്. 25ഓളം ഏക്കറിൽ ഒരു അമ്പലം പണിയുകയാണ്, അതും ഇന്ത്യയുടെ ആവശ്യമനുസരിച്ച്. അത്ര വലിയ ഒരു സൗഹൃദം അവർ കാണിക്കുന്ന സാഹചര്യത്തിൽ നേരെ തിരിച്ചവർ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇന്ത്യയിൽ അവസാനം നോക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ പള്ളികൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശ്ചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും MP-യുടെ പ്രസംഗം കേൾക്കാം. According to the promise he has done, I agree. And next 14th, February 14th or 13th, our Prime Minister is flying to United Arab Emirates, Abu Dhabi, where I landed 50 years back. I completed 50 years. And he is inaugurating a temple with 25-acre premises, not 2.5 just like in Ayodhya, 25 acres. The President of United Arab Emirates, according to his request and according to the Tolerance Minister, there is a ministry there, Ministry of Tolerance, which is not here. There is the first one. And he agreed for giving 25 acres to his request. When he was visiting Abu Dhabi, the request was made, the land is allocated and all the work is over. 14th he is inaugurating.